അങ്ങനെ യൂത്ത് മൂവി പോയി കണ്ടു. നമ്മുടെ ആട് 3 ദുരന്തർ അതിന്റെ കൂടെയാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. അന്നേ കാണണമെന്ന് തന്നെ വിചാരിച്ച ട്രെയിലറെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക കാണണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ. എന്താ ഒരു വൈബ് തോന്നി ആ സിനിമ ഒരു ട്രെയിലറെ കണ്ടപ്പോൾ. ഇപ്പോൾ ഷോസ് കുറവാണ് സിനിമയ്ക്ക്, ആകെ കൂടെ 2-3 ഷോ എന്തോ ഉള്ളൂ. അപ്പം അങ്ങനെ ഏരിയസ് പ്ലസിൽ പോയാണ് കണ്ടത്. നമ്മുടെ കെൻ ഡയറക്ഷനിൽ വന്ന മൂവിയാണ്. കെൻ എന്ന് പറയുന്നത് നമ്മുടെ അസുരൻ സിനിമയിലൊക്കെ ധനുഷിന്റെ മോനായിട്ടൊക്കെ അഭിനയിച്ച കിടിലം പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയ്ക്കകത്ത് തന്നെ. അപ്പം ആ പയ്യൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ്. ഇതിന്റെ മ്യൂസിക് വന്നിട്ട് GV പ്രകാശ് കുമാറാണ്. പിന്നെ പുള്ളി തന്നെയാണ്, കെന്ന് തന്നെയാണ് നമ്മുടെ മെയിൻ ലീഡായിട്ട് വന്നിട്ടുള്ളത് നായകനായിട്ട്. പിന്നെ അനീഷ്മ, മലയാളത്തിലെ അനീഷ്മയുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമ്മൂട്. അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പുതിയ മീൻസ് പിള്ളേരും കാര്യങ്ങൾ അവരൊക്കെയാണ്, കുറച്ച് പയ്യന്മാരും. അങ്ങനത്തെ ഗ്യാങ്ങും സ്കൂൾ ലൈഫ് അങ്ങനത്തെ ഉള്ള ഒരു ടൈപ്പ് മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. എന്താ പറയുക, നല്ലൊരു റൊമാൻറ്റിക് ഒരു റോം കോം മൂവി തന്നെയാണ് പറയാം. പക്ഷേ റോം കോം ആണെങ്കിൽ പോലും നല്ല ഫാമിലി ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ബ്ലെൻഡ് ചെയ്ത് തന്നെയാണ് സിനിമയിൽ പോകുന്നത്. നല്ല രീതിക്ക് ഇമോഷൻസ് സിനിമയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. മീൻസ് ഫാമിലി ഇമോഷൻസ് ആണെങ്കിലും നമ്മുടെ ലവ് ആണെങ്കിലും ഫ്രണ്ട്സുമായിട്ടുള്ളതാണെങ്കിലും എല്ലാം നല്ല രീതിക്ക് ബ്ലെൻഡായി പോകുന്നൊരു കിടിലം മൂവിയാണ്. പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷനാണ്. അപ്പോൾ ഈ പയ്യൻ കൊച്ചു പയ്യനാണ്. അപ്പം ഇത്രയും നല്ലൊരു കിടിലം സ്റ്റോറി എഴുതുക ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഇതാണ്, ബ്ലെസ്സിങ് ആണത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ സിനിമ. നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പുള്ളി അങ്ങ് അഴിഞ്ഞാടി. പിന്നെ അറിയാമല്ലോ, ഒട്ടും അഭിനയിക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളാണ് സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ ക്യാരക്ടർ അടിപൊളിയായിട്ട്, എന്ന് പറയുന്നത് കെന്നിന്റെ അച്ഛനായിട്ടാണ് ക്യാരക്ടറാണ് പുള്ളി ചെയ്യുന്നത്. ഒരു കിടിലമായിട്ട് ആ ഇമോഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കെന്നും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇത്രയും എന്താ പറയുക കോമഡിയും എന്താ പറയുക ലവ് ട്രാക്കും ഡാൻസും ഇതൊക്കെ ഇത്രയും കിടിലമായിട്ട് എന്താ പറയുക ചെയ്യുമെന്നുള്ളത് ഞാൻ ഇന്നിപ്പോൾ സിനിമ കണ്ടപ്പോഴും മനസ്സിലായത്. കാരണം അടിപൊളിയായിരുന്നു. കോമഡി ടൈമിംഗ് ആണെങ്കിലും എന്താ പറയുക പുള്ളിയുടെ ചിരി, കുറച്ച് മീൻസ് എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള കുറച്ച് ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ലവ് ട്രാക്ക് ആണെങ്കിലും നമ്മൾ എന്താ പറയുക നമ്മൾ സ്കൂൾ ലൈഫിലൊക്കെ എന്താ പറയുക കുറേ സിനിമയ്ക്കകത്താണെങ്കിലും കുറേ പഴയ ഒരു നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ മൊമെന്റ്സും കാര്യങ്ങളും സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ റിലേഷൻ ആണെങ്കിലും അത് റിയലൈസേഷൻ ആണെങ്കിലും നമ്മൾ ആ ടൈമിൽ കളിച്ച് നടക്കും. നമ്മളിങ്ങനെ എന്താ ഒന്നും മൈൻഡ് ചെയ്യാതെ വീട്ടുകാർ പറയുന്നത് കേൾക്കാതെ അങ്ങനെയൊക്കെ നമ്മൾ കളിച്ചും ചിരിച്ചും നമ്മളങ്ങ് ഹാപ്പി ആയിട്ട് കിടക്കും. പക്ഷെ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും കാര്യങ്ങൾ, ഇങ്ങനെയല്ല ഇതല്ല ലൈഫ് എന്നൊക്കെ റിയലൈസ് ചെയ്യുന്നൊരു മൊമെന്റ്സും അതിനുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ട്രാക്കും പോകുന്നത്. അങ്ങനെ റിയലൈസ് ചെയ്യുന്നതും ആദ്യമൊക്കെ എന്താ പറയുക പ്രേമം, ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നടന്നിട്ട് ഒരു ടൈം ആകുമ്പോൾ റിയലൈസ് ചെയ്യുന്നതും അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതും ലാസ്റ്റ് ആകുമ്പോൾ നല്ല രീതിക്ക് ഇമോഷണൽ ആയിട്ടാണ് നിർത്തുന്നത്. ആദ്യമൊക്കെ നല്ല രീതിക്കുള്ള എന്താ പറയുക ഒരു ഫൺ റൈഡ് തന്നെയാണ് സിനിമ. കോമഡി എന്താ പറയുക റൊമാൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ട് ഫസ്റ്റ് ഹാഫ് ഏകദേശം ഒരു 3/4 ഭാഗം വരെയും അങ്ങനെ തന്നെയാണ് പോകുന്ന സിനിമ. പിന്നെ ഒരു എന്താ പറയുക അവസാനത്തോട് അടുക്കുമ്പോൾ നല്ല രീതിക്ക് ഇമോഷണലി നല്ല രീതിക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. എന്താ പറയുക നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്ന് മൈൻഡ് ഫ്രഷ് ആവാനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് മൂവിയാണ്. ഒരു റോം കോം മൂവി, അല്ലെങ്കിൽ തമിഴിൽ റോം കോം അറിയാമല്ലോ, അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാവർക്കും കണക്റ്റ് ആവുക ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. നമ്മുടെ ഇപ്പം പ്രദീപ് രംഗനാഥന്റെ മൂവീസൊക്കെ ഇല്ലേ, അത് കണക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു എന്താ പറയുക ഒരു വൈബ് കളർഫുള്ള് ഒരു മൂവി. എന്താ പറയുക ഒരു സ്കൂൾ ലൈഫ് അതിലുള്ള കുറേ കാര്യങ്ങളും അങ്ങനെ അടിപൊളിയാണ്. GV പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായി. 1-2 പാട്ടൊഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, പാട്ടുകളും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഉണ്ടല്ലോ മറ്റേ മുട്ടക്കലക്കി എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ, നല്ല ഫേമസ് സിനിമയ്ക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട്, അത് അടിപൊളിയായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. എനിക്കത് കേൾക്കണമെന്നുണ്ടായിരുന്നു. ആ പാട്ട് തിയേറ്ററിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത് തിയേറ്ററിൽ കേൾക്കാനൊക്കെ, നല്ല രസമുണ്ടായിരുന്നു. അതിലെ ഒരു കോമഡിയൊക്കെ ട്രാക്കും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. സുരാജ് വെഞ്ഞാറമ്മൂട് നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്താ പറയുക ഇമോഷനും ഒരു അച്ഛൻ ഒരു ഫാദർ മകൻ ബോണ്ട് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ കിടിലമായിട്ട്, അത് കുറച്ചൊക്കെ ഉള്ളൂ എന്നാൽ പോലും അത് നല്ല രീതിക്ക് അത് ബ്ലെൻഡ് ആവുന്നത് നമുക്ക് നല്ല രീതിക്ക് അത് എന്താ പറയുക കണക്റ്റ് ആവുകയും ചെയ്യും. ആ ഒരു സംഭവമൊക്കെ ഒരു നല്ല രസമുള്ളൊരു മൂവി, നല്ല രസമുള്ള ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ മൂവി. പുള്ളിയുടെ ഡയറക്ഷൻ എന്തായാലും ആദ്യത്തെ ഡെബ്യൂട്ടി മൂവി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആദ്യത്തെ ഡയറക്ഷൻ തന്നെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും നല്ല നല്ല പടങ്ങൾ ചെയ്യട്ടെ പുള്ളി. അടിപൊളിയായിട്ടുള്ള ഇനിയൊരു നല്ല നല്ല പ്രോജക്റ്റ് കിട്ടും. കാരണം ഈ ഒരു പടം അത്രയ്ക്കും നല്ലൊരു പടമാണ്. അതുകൊണ്ട് എന്തായാലും ആ ഒരു നല്ല പുതിയ പുതിയ പ്രോജക്ട്സ് പുള്ളിക്ക് കിട്ടും, അത് ഉറപ്പാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.